അതെ, അമ്മന്റെ അത് സമ്മതിക്കില്ല, അവളെ മുടി വെട്ടാൻ സമ്മതിക്കില്ല കേട്ടോ. അവള് കണ്ടോരത് വെട്ടോ. അങ്ങനെ അമ്മേനെ മുടി ഇന്ന് വെട്ടിയൊരു സുഖം ഉണ്ടാവില്ല, കാരണം നിറയെ എണ്ണക്കൊടാണ്. തിരിയല്ലമ്മ, അതാ തിരി. ഓ, പപ്പിനൊക്കെ എത്ര നന്നായി പോയി. പണ്ടൊക്കെ പപ്പിനീന്റെ മുഖത്ത് ഒന്ന് തൊട്ടാ മതി, പപ്പി മോള് അടിച്ച്. ആ, പപ്പി മോൾക്ക് എക്സ്റ്റൻഷൻ ഒക്കെ വെച്ചിട്ട് ഈ ഇളക്കാതെ നിക്കൂ അമ്മ. മാളൂന്റെ മുഖം നോക്കെ, അമ്മേന്റെ മുഖം നോക്കിട്ട്. എന്നിട്ട് നമുക്ക് ഇന്ന് ഡൈ മേടിക്കണ്ട കേട്ടോ എടുത്തമ്മ. ഡൈ ചെയ്യണം ഒന്ന്. നമുക്കൊരു ചുരിദാറൊക്കെ ഇതാക്കിയിരുന്നു അല്ലേ? ചുരിദാർ ഞാൻ നാളെ ഇവിടെ വന്നപ്പോ ഞാൻ എത്ര കാലായി ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഒരിക്കലല്ലേ. മാള് മാറടാ. ഇതമ്മ എങ്ങനെയാവുമെന്നറിയോ? രേഖ ചേച്ചി ഏട്ടനും കൂടെ എൻ്റെ മുടി വെട്ടി ഓർമ്മ ഉണ്ടോ? ഒരു മൂർച്ചയില്ലാത്ത കത്രി കെട്ടൻ്റെ എടുത്തമ്മ. ഇടി ഇത്ര മുടിൻ്റെ, മാളുവിൻ്റെ എത്ര മുടി ഉണ്ടെങ്കിൽ അന്ന് ഇതുപോലെ അടി വെട്ടിത്തരാൻ വേണ്ടി പറഞ്ഞതാ. ആ കത്രിക ഇങ്ങനെ പകുതി മുറിച്ചിട്ട് പിന്നെ മൂർച്ചല്ല. എന്നിട്ട് പിന്നെ സ്വർണ്ണമാമയുടെ വീട്ടിൽ നിന്ന് വീണ്ടും എടുത്തോണ്ടോ, എന്നിട്ട് വീണ്ടും ഇടി ഇത്ര നോക്കി എടുത്തമ്മ. ഇത്ര ഉണ്ടേന്ന് മുടി, ഇത്ര ചെറുക്കണ്ട തള്ള നോക്കട്ടെ. ആ നോക്കട്ടെ. ഇവരൊക്കെ വിചാരം എന്താന്നറിയാം, എണ്ണ തോനെ തേച്ചാലും മുടി എണ്ണിട്ട് കൊല 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 ഉണ്ടാവുന്നത്. കറുപ്പിക്കാൻ പറ്റുള്ളൂ, നമുക്ക് കറുപ്പിക്കണ്ടേ? വേണം വേണം, പോയിട്ട് വാപ്പാ. ടാറ്റാ. ടാറ്റാ ടാറ്റാ. ഞങ്ങൾ അമ്മേൻ്റെ മുടി ഒന്ന് കളർ ചെയ്യുക വിചാരിച്ചിട്ടാണ് കേട്ടോ. ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുക്കുന്നത്. അമ്മ കുറേ ആയി ഹെന്ന ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പറഞ്ഞു, പക്ഷെ അമ്മയ്ക്ക് പെട്ടെന്ന് നീരിറങ്ങണോണ്ട് ഒരു പേടിയായതുകൊണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ഏട്ടൻ പറഞ്ഞു, എടി അമ്മ ഉണ്ട് തൊടിയിന്ന് എന്തൊക്കെയോ ഇലകളൊക്കെ പറിച്ച് അരച്ചിടുന്നുണ്ട്, കുറേ എന്നോടും വേണമെന്ന് ചോദിച്ചു. നിങ്ങളൊക്കെ മുടി പോയിട്ട് കളർ ചെയ്തില്ലേ, അമ്മേനെ ഒന്ന് ചെയ്ത് കൊടുത്തൂടെ എന്നാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച് അമ്മേനെയും ചെയ്ത് കൊടുക്കാൻ. ഞങ്ങൾ ഫെയറിൽ പോയിരുന്നു. പോയി വരുമ്പോൾ അമ്മയ്ക്കുള്ള ഹെയർ കളറൊക്കെ മേടിച്ച്, പിന്നെ അമ്മ പിന്നെ സ്ഥിരം ഡയലോഗൊക്കെ, എനിക്ക് ജന്മനാ സൗന്ദര്യം ഉള്ളതുകൊണ്ട് ഞാൻ ബ്യൂട്ടീഷ്യനൊന്നും ചെയ്യാറില്ല ഒക്കെ പറഞ്ഞു നോക്കി. ഞങ്ങൾ വിടുമോ? അത് അമ്മയായിട്ട് സീരിയൽ കാണാനുള്ള അടിയാണ് അത് കേട്ടോ. അമ്മയ്ക്ക് സീരിയൽ കാണും വേണം, എന്താ പറയുക, എന്നത് ചെയ്യും വേണം, രണ്ടും കൂടിയാണ്. അങ്ങനെ അമ്മയും ചേച്ചിയും മാളും ഞങ്ങളൊക്കെ കൂടെ പിടിച്ചിരുത്തി മുടിയൊക്കെ ഷാമ്പൂട്ട് കഴുകി വൃത്തിയാക്കി. അപ്പോൾ ഒന്ന് ഹെയർ കളർ ചെയ്ത് നോക്കട്ടെ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ആ മക്കൾ നല്ല കളിയാണ്. വീട്ടിൽ പോയാൽ രസമാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടുമ്പം ഞങ്ങളുടെ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇതായിട്ട് അമ്മയായിട്ട് കുറേ അടി കൂടുക, പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുക, കളിയാക്കുക. അമ്മയ്ക്ക് എന്താണെന്നറിയാം അമ്മയുടെ പ്രശ്നം, ഇനി ഈ പ്രായത്തിൽ എന്തെങ്കിലും ചെയ്താൽ നാട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും എന്നൊക്കെ ഉള്ളൊരു ചമ്മലാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, നമ്മളെ ചിലവിലല്ലേ ജീവിക്കുന്നത്, ഇതൊക്കെ ഒരു സമയത്തേ പറ്റുള്ളൂ, എന്ത് പറയുമെന്ന് വിചാരിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല. അങ്ങനെ അമ്മേനെ ഞങ്ങളൊരു സുന്ദരിയാക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാവുമെന്നറിയില്ല. പിന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് കറുപ്പ് കളർ കൊടുക്കുന്നില്ല കേട്ടോ. ഇടയിൽ ചെറുതായിട്ടൊരു നരച്ച കളർ നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇനി അമ്മയ്ക്ക് മുഴുവനായിട്ട് അങ്ങനെ ബ്ലാക്ക് കളർ അടിക്കുന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ മോൾ അതിനനുസരിച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിനിടയിൽ അമ്മ കുറേ തഗ്ഗൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്തതാണ്. ഫൈനൽ ലുക്ക്. എത്ര മിനിറ്റ് അമ്മോ? അരമണിക്കൂർ ഇട്ടമ്മ ഈ സീരിയൽ കഴിയണ വരെ കേട്ടോ. തിരി 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 അമ്മേന്റെ അടുത്തേക്ക് തിരി തിരി. ആർട്ടിഫിഷ്യലാണെന്ന് ആരും പറയില്ല. ആർട്ടിഫിഷ്യലാണെന്ന് ആരും പറയില്ല. അമ്മായി വാ. അത് മൈൻഡ് ചെയ്യുന്നും കൂടിയില്ല. ഞാനല്ലടാ അമ്മായിയേ.